അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഒക്കെ നേരുവാണ്. ഇന്ന് നമുക്ക് സ്പ്രെഡ് ഓപ്പറേഷൻസിനെ പറ്റി പഠിക്കാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാപ്പിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറിജിനലിന്, അതായത് നമ്മുടെ ഒറിജിനൽ അറേനെയോ അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റിനെയോ മോഡിഫൈ ചെയ്യാതെ തന്നെ, റെഫറൻസ് കീപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാപ്പിൽ. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോടെല്ലാം പറയാം. എൻ്റെ ഈ ഒരു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം. കാരണം നമ്മൾ ഓരോരോ വീഡിയോയിൽ പഴയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നമ്മളൊരിക്കലും പഴയ കാര്യം പോയി റിപ്പീറ്റ് അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. കാരണം സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുറേ വലിച്ചു വാരി എഴുതാതെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പോവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കൊരു അതൊരു ഇഷ്ടമോ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ ഈ കുറേ എഴുതുമ്പോൾ. അപ്പം ഞാനിവിടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, റെഫറൻസ് ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ ഒരു അറയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് റെഫറൻസ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അത് കോപ്പി ചെയ്ത ആ പ്രോപ്പർട്ടി, അതായത് കോപ്പി ചെയ്ത അറയിലെയോ ഒബ്ജക്റ്റിലെയോ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പേരൻറ്റിനെ ചേഞ്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ മാപ്പ്, അതായത് അറയുടെ ഒരു മെത്തേഡുണ്ട്. മാപ്പ് എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ സക്സസ് ആയിട്ട്, അതായത് വിജയകരമായിട്ട് നമ്മൾ കോപ്പി ചെയ്യാതെ, അതായത് റെഫറൻസ് കീപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ കോപ്പി ചെയ്തെടുത്തു. ഇവിടെ ഞാൻ അതിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയണത്, സ്പ്രെഡ് ഓപ്പറേഷൻസ്. എന്തായാലും സ്പ്രെഡ് ഓപ്പറേഷൻസ് എന്ന് ചുരുക്കി പറഞ്ഞേക്കാം. സ്പ്രെഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോൺ ചെയ്യാൻ, അതായത് നമുക്ക് അറയും അതുപോലെ തന്നെ ഒബ്ജക്റ്റും അതിൻ്റെ ഒറിജിനലിനെ മോഡിഫൈ ചെയ്യാതെ, റെഫറൻസ് കീപ്പ് ചെയ്യാതെ തന്നെ ക്ലോൺ ചെയ്തെടുത്ത് പുതിയൊരു ഒബ്ജക്റ്റും അറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൺകാറ്റിനേഷൻ ചെയ്യാൻ, അതായത് നമ്മൾ കോൺകാറ്റിനേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടിയും തമ്മിൽ കൂട്ടുന്ന ഒരു സംഭവമാണ്. അത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചേർത്ത് ഒന്നാക്കാനും നമുക്ക് സ്പ്രെഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഉദാഹരണം കാണാം. നമുക്കൊരു അറേയുടെ ഉദാഹരണം കാണാം. സോ കോൺസ്റ്റ്, ഞാനൊരു അറേ എഴുതുവാണ്, list ലിസ്റ്റ്. എന്നിട്ട് ഇവിടെ ഞാൻ സിമ്പിളായിട്ട് തന്നെ കേട്ടോ എഴുതുന്നത്, A, B, C. ഓക്കെ, A, B, C. ഇനി നമ്മളൊരു പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു അറേ, അതായത് ഈ സാധനത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് ഉണ്ടാക്കണം, ഒരു ക്ലോൺ ചെയ്ത്. പക്ഷേ അത് പുതിയൊരു അറേ ആയിരിക്കണം. ഇത് തന്നെ ആകരുത്, പുതിയൊരു അറേ ആയിരിക്കണം. കാരണം ഇത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അറയിൽ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇത് ഇവിടെ ആഡാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല, റെഫറൻസ് കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ പുതിയൊരു അറേ ഉണ്ടാക്കുവാണ്. കോൺസ്റ്റ് ലിസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞ് പുതിയൊരു അറേ ഉണ്ടാക്കി. എന്നിട്ട് ഇനിയാണ് സ്പ്രെഡ് ഓപ്പറേഷൻസ് വരുന്നത്. സ്പ്രെഡ് ഓപ്പറേഷൻസ് നമ്മൾ സാധാരണ എഴുതുന്നത് 3 ഡോട്ട് ഇട്ടിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. 3 ഡോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, 3 ഡോട്ട് ഇട്ടാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിവിടെ ഏത് അറേനെയാണോ നിങ്ങൾ ക്ലോൺ ചെയ്യുന്നത്, ഏത് അറേനെയാണോ ക്ലോൺ ചെയ്യണത്, കോപ്പി ചെയ്യണേ, ആ അറേ ഇവിടെ എടുത്ത് കൊടുത്താൽ മതി. എവിടെ 3 ഡോട്ട് ഇട്ടതിന് ശേഷം ഇവിടെ എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഇതങ്ങ് കോപ്പി ചെയ്യുവാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഈ ഒരു സാധനം കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇതിടുന്നത്. ഓക്കെ, ഇതൊരു അറേ ആയതുകൊണ്ട് ഇടുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ കേളി ബ്രേസ് ഇവിടെ വരും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കൺസോൾ ചെയ്തൊന്ന് കണ്ടു നോക്കാമല്ലേ. കൺസോൾ .logൻ്റെ അകത്ത് നമുക്ക് ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കൺസോൾ .logൻ്റെ അകത്ത് നമുക്ക് ലിസ്റ്റ് ന്യൂ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഇത് സേവ് ചെയ്ത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെക്റ്റിൽ വന്നു, ക്രോം ഡെവലപ്പർ ടൂൾസ്, കൺസോളിൽ വന്നു. ഓക്കെ, രണ്ട് അറേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെയിം അറേ, കോപ്പി ചെയ്തുണ്ടാക്കിയ അറേയാണ് രണ്ടെണ്ണം. ഇനി ഞാൻ ഈസി ആയിട്ട് കോപ്പി ചെയ്യണ മെത്തേഡാട്ടോ ഞാനിവിടെ പഠിപ്പിച്ചത്.
ഓക്കെ, ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മൾ പുതുതായിട്ട് സ്പ്രെഡ് ഓപ്പറേഷൻസ് വെച്ച് ഉണ്ടാക്കിയ പുതിയ അറയിലേക്ക്, നമ്മുടെ കോപ്പി ചെയ്തുണ്ടാക്കിയ അറയിലേക്ക് ഞാനൊരു ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടോ. ന്യൂ ഡോട്ട് പുഷ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ABCD ആഡ് ചെയ്യാം. ഓക്കെ, D. എന്നിട്ട് ഞാനിവിടെ വന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഒറിജിനലിന്, ഇതാണ് ഇതിൻ്റെ പേരൻറ്റ്, ഈ പേരൻറ്റിനെ മോഡിഫൈ ചെയ്യാതെ, ഒറിജിനലിനെ മോഡിഫൈ ചെയ്യാതെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കി. ഇതാണ് വളരെ ഈസി ആയിട്ട് കോപ്പി എടുക്കാനുള്ളൊരു മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് മാപ്പ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ മാപ്പിൻ്റെ ആ വീഡിയോ പോയി കണ്ടാൽ മതി. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം ഇത് കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കാണാം. ഇത് ES6, അതായത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ES6 വേർഷനോടുകൂടി അവതരിച്ച സാധനം കേട്ടോ, സ്പ്രെഡ് ഓപ്പറേഷൻസ്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ പഴയ നമ്മുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടല്ലോ, അത് ചത്തുപോയി. അതിലിപ്പോൾ ഇത് വർക്ക് ചെയ്യത്തില്ല ഈ സംഭവം, സ്പ്രെഡ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് അറേ ഉണ്ടാക്കാം. സ്ട്രിങ് അതായത് ഒരു പേരിൽ നിന്ന് നമുക്ക് എങ്ങനെ അറേ ഉണ്ടാക്കാൻ നോക്കാം. നെയിം, നമ്മൾ സ്പ്രെഡ് ഓപ്പറേഷൻസ് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരണമല്ലോ. സോ ഈ രഹിൽ എന്നുള്ളത്, ഓക്കെ, ഈ രഹിൽ എന്നുള്ളത് എനിക്കൊരു അറയാക്കി മാറ്റണം, ഈ രഹിൽ എന്നുള്ള നെയിം. സോ ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ അതിനെ ലിസ്റ്റ് എന്ന് പേര് കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ കോപ്പി ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്കൊരു അറേ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഓക്കെ, പുതിയൊരു അറേ ഉണ്ടാക്കണത്. ഞാൻ സ്പ്രെഡ് ഓപ്പറേഷൻസ് കൊടുത്തു. എന്നിട്ട് ഈ നെയിം ഞാൻ എടുത്തു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ആക്ച്വലി സ്പ്രെഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെയും അറേയുടെയും ക്ലോൺ ചെയ്ത് പുതിയൊരു ഒബ്ജക്റ്റും അറേ ഉണ്ടാക്കാനാണ്. അതിൻ്റെ അകത്ത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനലിനെ മോഡിഫിക്കേഷൻ നടത്തുന്നില്ല. പിന്നീട് കോൺകാറ്റിനേഷൻ കോൺകാറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് കൂടുതൽ സ്പ്രെഡ് ഓപ്പറേഷൻസിൻ്റെ ഒന്നും പറയാൻ എനിക്കില്ല. സോ കൺസോൾ ഡോട്ട് ലോഗിൽ വന്നിട്ട് നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. മാപ്പ് ഉണ്ടാക്കിയ ലിസ്റ്റ് കണ്ടോ, REKHIL. എനിക്കത് എന്ത് ചെയ്ത് കിട്ടി? എനിക്കത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു അറേ മെത്തേഡാണ് സാധാരണ വരുന്നത് കേട്ടോ. നിങ്ങളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു അറേ മെത്തേഡാണ് വരുന്നത്. പകരം നമ്മളത് ഈസി ആയിട്ട് നമ്മളത് സ്പ്ലിറ്റ് ചെയ്യിച്ച് അതിൻ്റെ അകത്ത് വേർതിരിച്ച് അറയാക്കി എടുത്തു. ഓക്കെ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കാണണം? ഇനി നമുക്കൊരു കോൺകാറ്റിനേഷൻ കണ്ടാലോ. സ്പ്രെഡ് ഓപ്പറേഷൻസിന് നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കൊന്നൊരു കോൺകാറ്റിനേഷൻ കണ്ടു നോക്കാം. 2 കാര്യങ്ങൾ തമ്മിൽ കൂട്ടുന്നത് കണ്ടു നോക്കാം. കോൺകാറ്റ് ചെയ്യാം. ഓക്കെ, നെയിം നമുക്ക് എന്ത് കൊടുക്കാം? ഞാനൊരു രഹിലെന്ന് കൊടുത്തു നെയിം. ഓക്കെ, താഴെ വന്ന് ഞാൻ മറ്റൊരു അറേ ഉണ്ടാക്കുവാണ്. എനിക്ക് സെക്കൻഡ് ഒരു അറേ ഉണ്ട്. കോൺസ്റ്റ് നെയിം ടു എന്ത് കൊടുക്കണം? നെയിം 2 ഞാൻ എലിയാസ് എന്ന് കൊടുത്തു കേട്ടോ. എലിയാസ്. ഓക്കെ, രഹിൽ എലിയാസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കുവാണ്. കോൺസ്റ്റ് പുതിയൊരു വേരിയബിൾ. എന്നിട്ട് ഞാൻ ആ വേരിയബിളിന് നെയിം കൊടുക്കുവാണ്. കോൺസ് ലിസ്റ്റ്. അതെയിൻ കോൺകാറ്റിനേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. ഞാൻ ആ സ്പ്രെഡ് ഓപ്പറേഷൻസ് കൊടുത്ത് ആദ്യത്തെ നമ്മുടെ അറേ എടുത്തു. എന്നിട്ടൊരു കോമ ഇട്ടിട്ട് വീണ്ടും സ്പ്രെഡ് ഓപ്പറേഷൻസ് ഞാൻ അവിടെ യൂസ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടാമത്തെ അറേ അങ്ങ് കൊടുത്തു. ഇപ്പോൾ 2 അറേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിലേക്ക് കോൺകാറ്റ് ചെയ്തിരിക്കുക. ഇനി നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണാം. കൺസോൾ ഡോട്ട് ലോഗിൽ കൺസോൾ പണ്ടൊക്കെ എഴുതി വരുമായിരുന്നു കൺസോൾ ഡോട്ട് ലോഗ് എന്ന് കൊടുക്കുമ്പോൾ. ഇപ്പം അതും ഇല്ലേ. കൺസോൾ ഡോട്ട് ലോഗ് ലിസ്റ്റ് കണ്ടോ, രഹിൽ എലിയാസ്. 2 അറേയും ചേർത്ത് ഒരറയാക്കി മാറ്റിയിരിക്കുവാണ്. കോൺകാറ്റ് ചെയ്തിരിക്കുവാണ്. ഈ ഒരു കാര്യത്തിന് നമുക്ക് സ്പ്രെഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം, കോൺകാറ്റ് ചെയ്യാനും.
ഇപ്പം എന്താണ് പഠിച്ചത്? ഒരു അറേനെ, അതായത് ഒരു അറേനെ ഒരു ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്ത് പുതിയൊരു അറേ ഒബ്ജക്റ്റാക്കി മാറ്റാനും അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തി ആ ഒറിജിനലിനെ മോഡിഫൈ ചെയ്യില്ലെന്നും ചേഞ്ചസ് വരുത്തി കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു അറേ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ കോൺകാറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ അറേനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന്, അതായത് സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ സ്പ്രെഡ് ഓപ്പറേഷൻസിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഈ അറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് എങ്കിലും കാണിച്ചു തന്നില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റും കൂടിയും കണ്ടു നോക്കാം. കോൺസ്റ്റ് എന്താ ഇപ്പോൾ കൊടുക്കേണ്ടത്? യൂസർ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കണ്ടു നോക്കാം. യൂസറിൻ്റെ അകത്ത് എനിക്കൊരു നെയിം ഉണ്ടാകും, എനിക്കൊരു കീ ഉണ്ടാകും, കീ നെയിം, അതിനൊരു വാല്യൂ പെയറായിട്ട് എൻ്റെ നെയിം ഹിൽ. അതുപോലെ തന്നെ എനിക്കൊരു ഏജ് ഉണ്ടാകും, ഏജ്, അതിനൊരു വാല്യൂ പെയർ, കീ ആൻഡ് വാല്യൂ പെയറായിട്ട് 24. ഓക്കെ, അപ്പം ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനലിനെ മോഡിഫൈ ചെയ്യും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഫറൻസിലൊക്കെ, നിങ്ങൾ പഴയ ക്ലാസ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത് ചെയ്യാതെ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതാണ് നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുവാണ്. കോൺസ്റ്റ് എന്തിപ്പോൾ കൊടുക്കേണ്ടത്? user1. ഓക്കെ, ഡോട്ട് യൂസർ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഫോർമാറ്റ് ചെയ്തേക്കാം നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടാമതൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് സ്പ്രെഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ആദ്യം ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്ത് എടുത്തു കൊടുത്തു, കേളി ബ്രേസിൻ്റെ അകത്ത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൽ ഞാൻ കാണിച്ചു തരാം. രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ വിളിക്കാൻ പോവാണ്. യൂസറും വിളിക്കുന്നു, അതുപോലെ തന്നെ രണ്ടാമതൊരു കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിൾ വിളിക്കുന്നു. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റ് കോപ്പി എടുത്ത്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് രണ്ട് ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലേ? ഇതാണ് നമ്മുടെ ഒറിജിനൽ. അതിൻ്റെ അകത്തുനിന്ന് കോപ്പി എടുത്ത് പുതിയതൊരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്പ്രെഡ് ഓപ്പറേഷൻസ് വെച്ച്. നിങ്ങൾക്ക് കാണാം സ്പ്രെഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോട്ട് യൂസർ, അത് ഈ കേളി ബ്രേസിൻ്റെ അകത്താട്ടോ. അറേയുടെ കേസിൽ വരുമ്പോൾ ഇതിൻ്റെ അകത്താട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ ക്ലോൺ ചെയ്തുണ്ടാക്കിയ പുതിയതിൻ്റെ അകത്ത്, പുതിയ ഒബ്ജക്റ്റിൻ്റെ അകത്തൊരു മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിപ്പോൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് എന്ന് കൊടുക്കാം, ടൈപ്പ്. എന്നിട്ട് ഞാനിവിടെ കോഡർന്ന് കൊടുത്തു, കോഡർ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യുവാണ്. സേവ് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഒറിജിനലിനെ മോഡിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുതിയൊരു കീ ആൻഡ് വാല്യൂ പെയർ കൊടുത്തു. അപ്പോൾ ഒറിജിനലിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചോ എന്ന് നോക്ക്. ഇതാണ് ഒറിജിനലിനൊരു മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തുണ്ടാക്കിയതിൻ്റെ അകത്ത് മാത്രമാണ് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കേസിലും ചെയ്യുന്നത്. ഓക്കെ, സ്പ്രെഡ് ഓപ്പറേഷൻസ് ഈ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കാനാണില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.